ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വീട്ടിലുള്ള സാധാരണ ചേരുവകളൊക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ എന്നാൽ വ്യത്യസ്തമായിട്ടുള്ള രുചിയുള്ള ഒരു ഐസാണ്. കോൽ ഐസ് എന്നും സ്റ്റിക്ക് ഐസ് എന്നൊക്കെ പറയില്ലേ, അതാണ്. ഇപ്പോൾ മോൾഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഐസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ ചിക്കൂസ് ഡൈൻ ഗിവ് അവേ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അറിയാത്തവർക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഐസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതൊന്ന് കാരമലൈസ് ചെയ്ത് വരട്ടെ. അതുകൊണ്ട് സൈഡൊക്കെ ഇത് ഇപ്പോൾ ഇങ്ങനെ ഒന്ന് ഡാർക്ക് കളറായി വരുമ്പോൾ നമുക്ക് തീ അങ്ങ് കുറച്ച് വെച്ച് കൊടുക്കാം. അതൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ സൈഡ് ഭാഗം അങ്ങ് കരിഞ്ഞു പോകും, നടുഭാഗം ആവുകയില്ല. അപ്പോൾ ഒന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇളക്കിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മെൽറ്റായിട്ട് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി വെക്കണ്ട, അധികം വെച്ചാൽ കരിഞ്ഞു പോകും. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യായാലും മതി. അപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ചതോ തിളപ്പിക്കാത്ത പാലോ ഏതായാലും കുഴപ്പമില്ല. പാലൊഴിക്കുമ്പോഴത്തേക്കും ആ പഞ്ചസാരയൊക്കെ കൂടെ കുറച്ച് കട്ടിയായിട്ട് വരും, കുഴപ്പമൊന്നുമില്ല. തിളച്ച് വരുമ്പോഴത്തേക്കും അതെല്ലാം അങ്ങ് മെൽറ്റായിക്കോളും. അവിടെ ഇരുന്നൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. ആ സമയത്ത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം മിൽക്ക് ബിക്കീസിൻ്റെ ബിസ്ക്കറ്റാണ് എടുക്കുന്നത്. ഏത് ബിസ്ക്കറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. അതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് പൊടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാലിതാ നന്നായിട്ട് എല്ലാം പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. കുറച്ച് സമയം ഇരുന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും എല്ലാം അങ്ങ് മെൽറ്റായിക്കോളും. പാലാണേലും കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അത് ഇതിലുമായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ഡയറക്റ്റായിട്ട് കൊണ്ടുപോയിട്ട് ഞാൻ ഇട്ടതുപോലെ ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഞാൻ പെട്ടെന്ന് കൊണ്ടങ്ങ് ഇട്ടു. പക്ഷെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എല്ലാം കൂടെ കട്ട പിടിക്കും. അതിന് പകരം ഈ പാലിൽ നിന്ന് കുറച്ച് പാലെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതൊന്നും കൂടെ ഒന്ന് അരച്ചതിന് ശേഷം അത് കുഴമ്പ് പരുവത്തിലാക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം ഞാൻ അങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചു. അപ്പോൾ അതെല്ലാം കുറച്ച് കട്ട കെട്ടിയിട്ടുണ്ട്. സാരമില്ല, നമുക്ക് അവസാനം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ അരച്ച് കലക്കിയിട്ട് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയധികം ഇതുപോലെ ആവില്ല. നല്ല പെട്ടെന്ന് തന്നെ അങ്ങ് മിക്സ് ആയിക്കോളും. കുറച്ച് സമയം ഒന്ന് ഇരുന്നൊന്ന് വറ്റിയിട്ടുണ്ട് ചെറുതായിട്ട്. ഒരുപാടങ്ങ് കുറുക്കൊന്നും വേണ്ട. ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് നോക്കണം കേട്ടോ. മധുരത്തിൻ്റെ അളവ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. എനിക്ക് മധുരം ഐസായിട്ട് വരുമ്പോൾ നല്ല പാകത്തിന് മധുരം ഉണ്ടാവുള്ളൂ. ഇനി അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഞാൻ കാണിച്ച മണ്ടത്തരം കാരണം ഞാനൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് അരിച്ചെടുത്തിട്ടുണ്ട്. ബിസ്ക്കറ്റ് കട്ട കെട്ടിയതൊക്കെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഈ മിക്സും കൂടെ കുറച്ചൊഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ അങ്ങ് അരിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്കൊരു 1/4 ടീസ്പൂണൊക്കെ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ അത് തണുത്തിട്ടുണ്ട്. നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏത് മോൾഡായാലും കുഴപ്പമില്ല. എൻ്റെ കയ്യിലുള്ള ഈ ഒരു മോൾഡിലാണ് ഒഴിക്കുന്നത്. അതിന് ആകുമ്പം ആ സ്റ്റിക്കും അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് സ്റ്റിക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. ഈ ഒരു മോൾഡിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതിന് ഇതുപോലത്തെ ഒരു സ്റ്റാൻഡും ഉണ്ട്. അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഫ്രീസറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ബാക്കി വന്നിരിക്കുന്നത് ഞാൻ സാധാരണ ഗ്ലാസ്സിൽ ഒഴിച്ചു വെക്കുകയാണ്. കൊച്ചു ഗ്ലാസ് ഉണ്ടായിരുന്നു, അതിലേക്കാണ്. സ്റ്റീൽ ഗ്ലാസ്സോ പേപ്പർ ഗ്ലാസ്സോ ഏതായാലും കുഴപ്പമില്ല. 3 ഗ്ലാസ്സിൽ ഒഴിക്കാൻ മാത്രമുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് മൊത്തത്തിൽ ഞാനങ്ങ് കവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മൊത്തത്തിലങ്ങ് ഒരു റബ്ബർ ബാൻഡ് വന്നിട്ട് സെപ്പറേറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. ഇതാകുമ്പോൾ പിന്നെ ഒറ്റയടിക്ക് അങ്ങ് കഴിയുമല്ലോ. കത്തി കൊണ്ടൊന്ന് ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് സ്റ്റിക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എത്ര പെട്ടെന്ന് കഴിഞ്ഞില്ലേ നമ്മുടെ ഒരു സ്പെഷ്യൽ ഐസ്. പ്രത്യേക ടേസ്റ്റുള്ള ഒരു ഐസാണ് കേട്ടോ അത്. നമുക്ക് ഓവർനൈറ്റ് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഫ്രീസറിൽ വെച്ച് എടുത്തതാണ് കേട്ടോ. നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാനായിട്ട് ഒന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ പൈപ്പിൻ്റെ ചുവട്ടിലൊന്ന് പിടിച്ച് ഇളക്കിയും എടുത്തിരുന്നാലും മതി. ഇപ്പോൾ ഇതുപോലെ ഐസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഫ്രീസറിൻ്റെ തണുപ്പ് കുറച്ചൊന്ന് കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിക്കോളൂ കേട്ടോ. തണുപ്പ് അത്രയ്ക്കില്ലാന്നുണ്ടെങ്കിൽ കട്ടിയാകാൻ കുറച്ച് പ്രയാസമായിരിക്കും. അതാ ഇറങ്ങി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. ഇതുപോലൊരു ഐസ് കഴിച്ചിട്ടുണ്ടാവില്ല ആരും. അത്രയും ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഐസ്. എത്ര പെട്ടെന്ന് കഴിഞ്ഞു. നമുക്കിതിൽ കണ്ടൻസ്ഡ് മിൽക്കോ ക്രീമോ ഒന്നും ആവശ്യമില്ല. വീട്ടിലുള്ള 2-3 ചേരുവകൾ മാത്രം വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഐസ്. അപ്പോൾ ഈ ഒരു ചൂടത്ത് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതാ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചതും എടുത്തിട്ടുണ്ട്. അതും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മോൾഡ് ഇല്ലെങ്കിൽ ഇതുപോലെ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിരുന്നാൽ മതി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.